ഹായ് മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കുട്ടൻ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയൊരു മോഡലായ ഗോവൻ ക്ലാസിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. പുതിയൊരു ലുക്കിൽ തന്നെയാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. സീരീസ് എഞ്ചിൻ തന്നെയാണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലസ്റ്ററിനകത്ത് എക്സ്ട്രാ ഗിയർ ബോക്സ് സെൻസറും അതുപോലെ തന്നെ ട്രിപ്പർ മീറ്ററും വരുന്നുണ്ട്. ടാങ്കിൽ ഒരു എംബ്ലം, ആര്യയുടെ എംബ്ലം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻ്റായിട്ട് 2 കളറാണ് ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ഒരു റെഡും ഒരു ബ്ലാക്കും കൂടിയാണ് ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുന്നത്. എൻജിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത് ഗ്ലോസിയും ബ്ലാക്കും അതുപോലെ തന്നെ മാറ്റും സിൽവർ കളറും എല്ലാം കൂടി ഉൾപ്പെടുത്തിയായിട്ടാണ് എൻജിനിൽ കൊടുത്തിരിക്കുന്നത്. കവർ രണ്ടും ഗ്ലോസി ആയിട്ടും സിലിണ്ടർ വരുന്നത് മാറ്റ് കളറും പിന്നെ ഹെഡ് സിൽവറിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ നല്ല വലിപ്പത്തിൽ, തണ്ടർബേഡിൻ്റെ ഒക്കെ ഹാൻഡിലിൻ്റെ കൂട്ട് നല്ല വലിപ്പത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മൗണ്ടും റോയൽ എൻഫീൽഡിൻ്റെ ഒരു എംബ്ലമൊക്കെ വെച്ചിട്ടാണ് ഹാൻഡിലിൻ്റെ മൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സീറ്റിൽ നമ്മുടെ ഗോവൻ ക്ലാസിക് 350 തന്നെ സീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിനിയൻ സീറ്റ് ഊരി മാറ്റാവുന്ന രീതിയിലാണ് പിനിയൻ സീറ്റ് കൊടുത്തിരിക്കുന്നത്. പിനിയൻ സീറ്റിലും ആര്യയുടെ ഒരു എംബ്ലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ബ്രേക്ക് ലിവർ ആയാലും ക്ലച്ച് ലിവർ ആയാലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ക്ലാസിക്കിനകത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ബ്രേക്കും ക്ലച്ചും കൊടുത്തിരിക്കുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ച് മൊഡ്യൂളുകളും മെറ്റൽ പീസിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഗ്ലോസി കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ വരുന്നത് LED ഇൻഡിക്കേറ്ററാണ്. ഹെഡ്ലൈറ്റും LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും ടെയിൽ ലാമ്പ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ LED ആണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇതിൻ്റെ സ്പോക്ക് വീലിൽ തന്നെ ട്യൂബ്ലെസ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് വീലായതുകൊണ്ട് അതിൻ്റെ സ്പോക്ക് സൈഡിലാണ് സ്പോക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹബ്ബിൽ വരുന്നത് ഒരു നെട്ടിട്ട് മുറുക്കാവുന്ന രീതിയിലാണ് ഹബ്ബിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഇതുപോലെ ഞെട്ടിട്ട് മുറുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS സിസ്റ്റമാണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. .4 ഫുള്ളാണ് വണ്ടിയിൽ ഒഴിക്കുന്നത്. ബെൻഡ് വൈപ്പിനകത്ത് പറയേണ്ട ഒരു പ്രത്യേകത, അവിടെ ഒരു O2 സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ അടുത്തും ഒരു O2 സെൻസർ വരുന്നുണ്ട്. 2 O2 സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. സൈലൻസറാണ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടയർ വരുന്നത് 130/90 റിയർ ടയർ വരുന്നത് ട്യൂബ്ലെസ്. പിന്നെ എയർ പ്രഷറും ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 41 അതിനകത്ത് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടയർ വരുന്നത് 190 ഫ്രണ്ട് ടയർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഗോവൻ ക്ലാസിക്കിൽ പ്രത്യേകിച്ച് വ്യത്യാസപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ.